വെൽക്കം ബാക്ക് ടു മൈ ചാനൽ cookcraftnsewcourt. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഫ്ലൈയിങ് പേപ്പർ ബട്ടർഫ്ലൈയുമായിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു ബ്ലാക്ക് ചാർട്ടാണ്. അപ്പോൾ അതന്നെ വേണം നിർബന്ധമില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് ചാർട്ട് എടുക്കാം, അല്ലെങ്കിൽ A4 പേപ്പർ എടുക്കാം. A4 പേപ്പർ എടുക്കുമ്പം രണ്ടായിട്ട് മടക്കി നല്ല പശ തേച്ച് ഒട്ടിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ കട്ടി ഉണ്ടാവും. അപ്പോൾ ഈ പേപ്പർ ഞാൻ ഇപ്പോൾ ഹാഫായിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങളുടെ ബട്ടർഫ്ലൈ എത്രത്തോളം വലുത് വേണോ അതുപോലെ ചെയ്യാം. ഇനി ഇതുപോലെ ഒരു ലൈന്, ഒരു 1 ഇഞ്ചിൽ ഒരു ലൈന് വരച്ചു കൊടുത്തിട്ട് ഞാൻ ബട്ടർഫ്ലൈനെ വരച്ചു കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ലൈന് വരച്ചതിന് ശേഷം ബട്ടർഫ്ലൈനെ വരയ്ക്കാം കേട്ടോ. പേപ്പർ മടക്കിയിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം. അപ്പോൾ അതേ വലിപ്പത്തിൽ താഴെ ഒരു ലൈനും കൂടെ വരയ്ക്കുന്നുണ്ട്, ഒരു 1.5 ഇഞ്ച് അകലത്തിൽ. ഇതാണ് ബട്ടർഫ്ലൈൻ്റെ ചിറക് മുഴുവനായിട്ട് വരച്ചു ഒരു സൈഡ്. പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 സൈഡ് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ഇനി ഇതിലൂടെ കട്ട് ചെയ്ത് നമ്മുടെ ബട്ടർഫ്ലൈനെ റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ വൈറ്റ് കളർ യൂസ് ചെയ്തിട്ട്, വൈറ്റ് ഇങ്ക് യൂസ് ചെയ്തത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ്. പെൻസിൽ വെച്ച് വരച്ചാൽ ക്ലിയറായിട്ട് കണ്ടില്ലല്ലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ വരച്ചത്. നിങ്ങൾ ഏത് പെൻസിൽ യൂസ് ചെയ്തിട്ട് വരച്ചാലും മതി. ഇപ്പോൾ ഇതുപോലെ നമുക്കൊരു ബട്ടർഫ്ലൈനെ കിട്ടി. ഇതിൻ്റെ സെൻറ്ററിലൊരു ചതുരമുണ്ട്. അപ്പോൾ ഞാൻ ബട്ടർഫ്ലൈൻ്റെ ചിറകൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഭംഗിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ചെറിയ രീതിയിൽ ഗ്ലിറ്റർ പൗഡർ യൂസ് ചെയ്യാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ലൈനിലൂടെയൊക്കെ ഒന്ന് പശ തേച്ച് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചിത്രം വരയ്ക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ വൈറ്റ് ചാർട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നല്ല രീതിയിൽ ചിത്രം വരച്ചിട്ട് കളറ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതാ പശ വെച്ചിട്ട് എല്ലാ ലൈനിലൂടെയും എഡ്ജിലൂടെയൊക്കെ ഒന്ന് പശ വെച്ചൊന്ന് ഓടിച്ചു പോയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഗ്ലിറ്റർ പൗഡർ, ഞാനിപ്പോൾ റെഡ് കളറാണ് യൂസ് ചെയ്യുന്നത്. ഗ്ലിറ്റർ പൗഡർ നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ എടുക്കാം. എന്നിട്ട് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടി പശയായ ഭാഗത്തെല്ലാം അതൊന്ന് തട്ടിച്ചെടുക്കണം. നല്ല രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള പേപ്പർ ക്രാഫ്റ്റൊക്കെ നമ്മൾ ഈ സമയത്ത് കുട്ടികൾക്ക് ഈ ലോക്ക്ഡൗണിൻ്റെയൊക്കെ സമയത്ത് ഇപ്പോൾ അവർക്ക് ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങി, എന്നാലും അതിൻ്റെയൊക്കെ ഇടയിലും വേണ്ട ഒരു സന്തോഷവും ആഘോഷമൊക്കെ. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തിട്ട് അവർ തന്നെ സ്വന്തമായിട്ട് ചെയ്യുമ്പം ചെറിയ കാര്യങ്ങളൊക്കെ, കട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ മുതിർന്നവർ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു അവർക്ക് സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ ഒരു നല്ലൊരു ഭംഗിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം നല്ലൊരു സന്തോഷമായിരിക്കും. ഇപ്പോൾ നമ്മുടെ ബട്ടർഫ്ലൈ ഏകദേശം റെഡിയായി. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒന്ന് മൊഞ്ചാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ളൊരു ഡോട്ട്സ്, അതായത് ഇത് ഈ പേപ്പറിൽ നിന്നാണ്, ഇതുപോലത്തെ പേപ്പർ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ പഞ്ചിങ് മെഷീൻ വെച്ചിട്ടാണ് ആ ഡോട്ട്സ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ബട്ടർഫ്ലൈനെ ഭംഗിയാക്കി എടുക്കാം കേട്ടോ. കളറ് തന്നെ മതി, ഭംഗിയാക്കി എടുക്കാനായിട്ട് കളർ ഉണ്ടെങ്കിൽ അത് തന്നെ മതി. അപ്പോൾ ഞാനിവിടെയൊക്കെ ഈ ഡോട്ട്സ് ഒന്ന് വെച്ച് കൊടുക്കാൻ പോവാണേ. അപ്പോൾ അതേ നമ്മുടെ ബട്ടർഫ്ലൈ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സെൻറ്റർ നോക്കിയിട്ട് അവിടെ ഒരു ചതുര ഭാഗമായിട്ട് നമ്മൾ കൊടുത്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ മടക്കിയെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ചിറക് തുടങ്ങുന്ന സ്റ്റാർട്ടിങ് ആ ഭാഗം ഇങ്ങനെ ഇതുപോലെ മടക്കി എടുക്കണം. ഇപ്പോൾ ഇങ്ങനെ മടക്കി എടുക്കുമ്പം നിങ്ങൾക്കിത് തുടക്കത്തിലേ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. കളറൊക്കെ ചെയ്യുന്നതിൻ്റെ മുന്നേ വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ മടക്കി പിടിക്കുമ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ കിട്ടും. ഈ രീതിയിലാണ് വേണ്ടത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 2 സ്ട്രോ ആണ്. അപ്പോൾ അതിൽ ഒരു സ്ട്രോ നല്ല ഉൾവ്യാസമുള്ളതും ഒരു സ്ട്രോ ഉൾവ്യാസം കുറഞ്ഞതുമാണ് നമുക്ക് വേണ്ടത്. പക്ഷേ എനിക്ക് അങ്ങനെ കിട്ടിയില്ല. നിങ്ങൾക്കങ്ങനെ കിട്ടുകയാണെങ്കിൽ അതുപോലെ എടുക്കാം. അതായത് ഒരു സ്ട്രോ ഒന്നിനകത്തൂടെ കടന്നു പോകുന്ന രീതിയിൽ, ഒന്ന് വലിപ്പവും ഒന്ന് വലുതും ചെറുതും മറ്റത് ചെറുതും, അങ്ങനെ ആ രീതിയിൽ കിട്ടുകയാണെങ്കിൽ അതാണ് നല്ലത്. അതായത് ഹൈറ്റല്ല ഞാൻ ഉദ്ദേശിച്ചത്, ഇതിൻ്റെ ഉൾവ്യാസമാണ്. അപ്പോൾ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ പിന്നെ നമുക്ക് ഇങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഞാനതെന്താ ചെയ്യേണ്ടതെന്ന് പറയാം.
അതിലൊരു സ്ട്രോ നമുക്ക് ഇതിൻ്റെ തുമ്പ് ഇത്തിരി കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. അടുത്ത സ്ട്രോയിലും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇത് ഉൾവ്യാസം കുറഞ്ഞത്, ഒരേ ഉൾവ്യാസമായ 2 സ്ട്രോ ആയതുകൊണ്ട് ഞാൻ അടുത്ത സ്ട്രോ ഫുള്ളായിട്ട് കട്ട് ചെയ്യാണ്. ഒരു സൈഡ് ഫുള്ളായിട്ട് കട്ട് ചെയ്തു, പിന്നെ ഒരു സൈഡ് കുറച്ച് തുമ്പ് ഇത്തിരിയും കട്ട് ചെയ്യാണ്. ഇത് നമ്മുടെ ആദ്യത്തെ സ്ട്രോ. അപ്പോൾ ആദ്യത്തെ സ്ട്രോ ഞാനിതാ ഇതുപോലെ ഇത്തിരി കട്ട് ചെയ്തില്ലേ, ആ ഭാഗം ഇതുപോലെ കയറ്റി വെച്ചിട്ട് അവിടെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് 2 സൈഡിലും സെല്ലോ ടാപ്പ് വെച്ചിട്ട് ആ സ്ട്രോ അവിടെ പിടിപ്പിച്ച് വയ്ക്കുകയാണേ. അപ്പോൾ ഇതുപോലെ സെല്ലോ ടാപ്പ് വെച്ചിട്ട് ഇങ്ങനെ 2 സൈഡും റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് അടുത്ത സ്ട്രോ, ഈ ചെറിയ സ്ട്രോ അടുത്ത സ്ട്രോയുടെ ഉള്ളിലേക്ക് കടത്തി വിടണം. അപ്പോൾ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുള്ള സ്ട്രോ മറ്റേ സ്ട്രോയിൻ്റെ അകത്തേക്ക് കടത്തുകയാണ് വേണ്ടത്. അപ്പോൾ അതങ്ങനെ ശരിയായിട്ട് കടന്നു പോകാൻ വേണ്ടിയിട്ടാണ് ഞാനത് എൻഡ് വരെ, ഒരു സൈഡ് മാത്രം എൻഡ് വരെ കട്ട് ചെയ്തു. മറ്റേ സൈഡ് ആദ്യത്തെ സ്ട്രോ ചെയ്ത പോലെ ഇത്തിരിയും കട്ട് ചെയ്യാണ് ഞാൻ ചെയ്തത്. ഇനി ഇത് നല്ല രീതിയിൽ മുകളിലേക്ക് കടത്തിയിട്ട് ഇതാ നമ്മുടെ ബട്ടർഫ്ലൈൻ്റെ ചിറകിൻ്റെ കാൽഭാഗം ഇത്തിരി അങ്ങ് കയറ്റിയിട്ട് നിൽക്കണം. അങ്ങനെ കയറി നിൽക്കുന്ന ഭാഗം നമുക്കിനി സെല്ലോ ടാപ്പ് വെച്ചിട്ട് താഴെ ചെയ്തതുപോലെ തന്നെ ഒട്ടിച്ചെടുക്കാം. 2 സ്ട്രോയും കൂടെ കൂട്ടി മുട്ടരുത്. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് മേളിൽ രണ്ട് സ്ഥലത്ത് ഒട്ടിച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് താഴെയുള്ള നമ്മുടെ സ്ട്രോ കാണുന്ന ഭാഗം പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർഫ്ലൈ പറക്കുന്നത് കാണാം. സ്ട്രോയുടെ അടിയിൽ പിടിച്ചിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർഫ്ലൈയുടെ ചിറക് ഇതുപോലെ ഫ്ലൈ ചെയ്യുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ചിറകിട്ടടിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം നമ്മൾ അകത്ത് വെച്ച് കൊടുത്തിട്ടുള്ള സ്ട്രോ ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർഫ്ലൈ നല്ല ഭംഗിയായിട്ട് പറക്കാൻ തുടങ്ങും. അപ്പോൾ നമ്മുടെ സ്ട്രോയുടെ മെക്കാനിസം ഇത്രയേ ഉള്ളൂ. ഇത് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സ്ട്രോ ഇതാ പുറത്താണ് വെച്ചിട്ടുള്ളത്. അകത്തുള്ളത് നമ്മുടെ ആദ്യം വെച്ച സ്ട്രോ ആണ്. അപ്പോൾ അകത്തുള്ള ഈ സ്ട്രോ താഴോട്ടും മുകളിലോട്ടും പൊക്കുന്ന സമയത്താണ് നമ്മുടെ ബട്ടർഫ്ലൈ പറക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ കുട്ടികൾക്കൊക്കെ ഇത് ചെയ്തു കൊടുക്കുക. അവർ തന്നെ ചെയ്യാനായിട്ട് വേണമെങ്കിൽ അവരുടെ കളറിങ്ങൊക്കെ അവർ തന്നെ ചെയ്യട്ടെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ മുതിർന്നവർ ചെയ്തു കൊടുക്കുക. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ബട്ടർഫ്ലൈ നമുക്ക് കിട്ടി, ഫ്ലൈയിങ് ബട്ടർഫ്ലൈ. അപ്പോൾ ഇതുപോലെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ, താങ്ക് യു.